സിനിമ ഒരു ആധിപത്യ വ്യവസ്ഥയാണ്, ആണധികാരത്തിൻ്റെ സംഘടനാ രൂപം. അതുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ട ഇരയും ആരോപണ വിധേയനായ താരവും തുല്യരാണ് എന്ന സമവാക്യം സിനിമാ സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ നടി ആക്രമിക്കപ്പെട്ട കേസ് സിനിമാ മേഖലയിലെ വിഴുപ്പിൻ്റെ മേലാപ്പാണ് മാറ്റിയത്. നമ്മുടെ സാംസ്കാരിക വ്യവസായത്തിലെ ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഈ ലക്കം അടയാളം. തെന്നിന്ത്യയിലെ പ്രമുഖ നടി കൊച്ചി നഗരവീതിയിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിനിരയായി മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല അന്വേഷണം. നടൻ ദിലീപിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ അതേ ഇര വീണ്ടും അപമാനിക്കപ്പെട്ടു. താരസ്വരൂപങ്ങളുടെ സംഘടനയാകട്ടെ ഇരാപക്ഷത്താണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവിടെയും തോൽപ്പിക്കപ്പെട്ടത് ഇരയായ നടിയാണ്. അമ്മ ജനറൽ ബോഡി യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുകേഷിനെ ഇത്രമേൽ കോപിഷ്ഠനാക്കിയത് ചോദ്യങ്ങളാണ്. ഇന്നസെന്റ് ബധിരാഭിനയത്താൽ നിരുന്മേഷിയായത് ചോദ്യങ്ങൾക്ക് മുന്നിലാണ്. അല്ല, അങ്ങനെ പ്രസ്താവനകൾ നടത്തി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. നടത്തരുത്, ഭാരവാഹികളൊന്നും ആരും നടത്തി പറഞ്ഞിട്ടില്ല. ദിലീപ് ഭാരവാഹിയാണ്. ആരും ഐക്യപ്രഘോഷണങ്ങൾ കൊണ്ട് ഗണേഷ് കുമാർ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചതും ചോദ്യങ്ങളെയാണ്. രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. രണ്ടുപേരെയും ഒരു കാരണവശാലും ഞങ്ങൾ തള്ളിപ്പറയില്ല. അവരുടെ വേദനയും ഞങ്ങൾ തള്ളിപ്പറയില്ല. നിങ്ങൾ എന്ത് തലവെച്ച് പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ട് കൂടെ സൗകര്യങ്ങൾ കൊണ്ടുനടക്കും. ഞങ്ങൾ തള്ളിപ്പറയില്ല. അതിന് ആരും ശ്രമിക്കേണ്ട. ഈ സംഘടന പൊളിയുകയുമില്ല. ഒറ്റക്കെട്ടായിട്ടുള്ളത്. നിർഗുണ സ്വരൂപങ്ങളായി സ്വയം പരിക്രമിച്ച സൂപ്പർ താരങ്ങൾ അവഗണിക്കാൻ ശ്രമിച്ചതും ചോദ്യങ്ങളെയാണ്. ലൈംഗിക അതിക്രമത്തിനിരയായ നടിയും ആ കേസിന്റെ ഗൂഢാലോചനയിൽ ചോദ്യം ചെയ്യപ്പെട്ട നടനും നിങ്ങൾക്കൊരുപോലെയാണോ എന്നതായിരുന്നു ആ ചോദ്യം. അവര് ഞങ്ങൾക്ക് തന്ന അതൊന്നും പറയരുത്. അവര് ഞങ്ങൾക്ക് ഔദ്യോഗിക കത്ത് ഞങ്ങളിലുണ്ട്. അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു. താരസംഘടനയായ അമ്മയുടെ 23ാം ജനറൽ ബോഡി യോഗം ഇത്രമേൽ ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണമുണ്ട്. തൊട്ട് തലേരാത്രിയാണ് നടൻ ദിലീപും സംവിധായകൻ നാദർഷയും ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ടത്. എന്നിട്ടും താരസംഘടന പ്രഖ്യാപിച്ചു, ഇരയായ പെൺകുട്ടിക്കും ആരോപണ വിധേയനായ താരസാമ്രാട്ടിനും അമ്മ നൽകുക തുല്യ പരിഗണനയാണെന്ന്. അല്ല, അമ്മ എന്ന താരസംഘടന ആരെയും സംരക്ഷിക്കുന്നോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോട് അവർ നിൽക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്നുവരെ കേൾക്കാത്ത രീതിയിൽ ഒരു തെന്നിന്ത്യയിലെ ഒരു പ്രശസ്തയായ നടിക്ക് ഇത്രയൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ അവർ പ്രതികരിക്കാതിരുന്നത് എന്നുള്ളത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനകത്ത് തന്നെ ഇതിൻ്റെ രഹസ്യം അടങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കാൻ ന്യായമായ കാരണം. ആരോപണ വിധേയനമേൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനായ ദിലീപിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ്. ഈ വാർത്തകൾക്ക് എന്താണ് അടിസ്ഥാനം എന്ന് എനിക്കറിയില്ല. കാരണം വെറും കേട്ടുകേൾവിയുടെയും വെറും സ്പെക്കുലേഷൻ്റെയും മുകളിൽ ഒരു വളരെ ചൂടുപിടിച്ച ചർച്ചകൾ ഇപ്പോൾ ചാനലുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരാളോട് ചെയ്യുന്ന അനീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മുഖ്യമന്ത്രിയെയും DGPയെയും ഫോൺ വിളിക്കുന്നതിനപ്പുറമുള്ള അനുതാപപൂർണമായ ഐക്യദാർഢ്യം ഈര അർഹിക്കുന്നുണ്ട്.
ഇവരൊക്കെ തന്നെ ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് അമ്മയ്ക്കും മകനും മകളും ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ ആരോപണ വിധേയനായ മകനും ആക്രമിക്കപ്പെട്ട മകളും എങ്ങനെയാണ് ഒരുപോലെ ആകുന്നത് എന്നതിന് മറുപടി പറയുവാൻ അമ്മയുടെ ആർക്കും കഴിയില്ല. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് എന്നത് അസോസിയേഷൻ ഓഫ് മലയാളം മെയിൽ ആക്ടേഴ്സ് എന്ന് തിരുത്തി വായിക്കത്തക്ക രീതിയിലാണ് ഈ കേസ് സംബന്ധിച്ച് അമ്മയുടെ നിലപാട്. സ്ഥിരീകരിക്കപ്പെടാത്ത കുറ്റത്തിന്റെ പേരിൽ നടനെ തള്ളി പറയേണ്ട, എന്നാൽ സ്ഥിരീകരിക്കപ്പെട്ട ലൈംഗികാതിക്രമത്തിന്റെ പേരിൽ നടിയെ ചേർത്ത് നിർത്താം. അപ്പോഴാണ് അമ്മ എന്ന സംഘടനാ നാമം സാർത്ഥകമാവുക. ഇത്തരം ഒരു പ്രശ്നം അവിടെയുള്ള സ്ത്രീകൾ ആരും ഉന്നയിച്ചില്ല എന്നുള്ള ഒരു തുളു ന്യായത്തിന്മേൽ ഈ വിഷയം മാറ്റിവെക്കുകയും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദ്യം ചെയ്യപ്പെട്ട ഒരൊറ്റ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതും അയാളുടെ സംരക്ഷണമാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സംഘടനാപരമായിട്ടുള്ള ദൗത്യമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈ അമ്മ യോഗത്തിന് തൊട്ടു മുൻപാണ് നടിയുടെ കൂട്ടുകെട്ട് ദോഷങ്ങളാണ് ആപത്ത് ക്ഷണിച്ചു വരുത്തിയതെന്ന് ദിലീപ് പറഞ്ഞത്. ഇവരെല്ലാവരും ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ, അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. എന്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. ഭയങ്കര എല്ലാവരും കൂട്ടായിട്ട് അവരവർക്ക് ഒരുമിച്ച് ഗോവയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് എന്റെ അടുത്ത് പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ നോക്കണ്ടേ. ഞാൻ ആരുമായിട്ട് കൂട്ടുകൂടണം? ഞാൻ എന്തായാലും ഈ ആൾക്കാരൊന്നുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറുമല്ല. ഞാനത് വളരെ ശ്രദ്ധിച്ചടക്കുന്ന ഒരാളോ. ഈ നിന്ദാ പരാമർശത്തിന്റെ പേരിൽ ദിലീപിന് ഖേദപ്രകടനം നടത്തേണ്ടി വന്നു. എന്നാൽ അമ്മയ്ക്ക് ഇതിലൊരു നിലപാട് ഉണ്ടായില്ല. ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂണിറ്റിൽ പരിചയപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. ഒരുപാട് ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ വളച്ചു പിടിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിൽ ആ സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനൊരു വ്യാഖ്യാനം സത്യം പറഞ്ഞ 2 ദിവസമായിട്ട് ഉണ്ടായി. അവർ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പോയി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ പൾസർ സുനിയോടൊപ്പം ഉള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചുള്ള ദുസ്സൂചന നൽകുന്ന തരത്തിലുള്ള പരാമർശം നടനിൽ നിന്നുണ്ടാവുന്നു. ആ നടനും പിന്നീട് അതിന് മാപ്പ് ചോദിക്കുന്നു. കാരണം ഇവരൊക്കെ ഇത് പറയുകയും ഇത്തരം ഒരു 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 ആശയത്തെ വൈറസിനെ പോലെ സമൂഹത്തിലേക്ക് കടത്തിവിടുകയും ഈ സ്ത്രീ പിന്നെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീക്ക് വേണമെങ്കിൽ അവളെ ആക്രമിക്കാൻ ആർക്കും അനുവാദമുണ്ട്, അവളുടെ സ്വഭാവം അത്ര മോശമാണ് എന്നുള്ള തരത്തിലുള്ള സ്വഭാവഹത്യ നടത്തുകയും ചെയ്യുന്ന ഒരു 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 പ്രവണത ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നടൻ സലിം കുമാർ ആവശ്യപ്പെട്ടത് ഇരയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ്. മറ്റൊരു ഐക്യദാർഢ്യ നടൻ ഇരയുടെ പേര് പോലും വെളിപ്പെടുത്തി. അപ്പോഴും അമ്മ നിസ്സംഗതയുടെ കൽശില്പമായി തുടർന്നു. അവർ പരിചയമുണ്ടായിരുന്നു, അവർ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ ദിലീപ് ഇന്നലെ ദിലീപിൻ്റെതായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും കേൾക്കേണ്ടായി. പിന്നെ സലീം കുമാർ എന്ന് പറയുന്ന പ്രശസ്ത സിനിമാ നടനും നടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. അപ്പോൾ ഇത് ശക്തമായി അപലപിക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം ഇരയുടെ ഒപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു ദുഷിച്ച സമ്പ്രദായം ഇതിനകത്ത് കാണുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും ആണധികാരത്തിന്റെ സംഘടനാ രൂപങ്ങൾ സഹതാപ പ്രഭാഷണങ്ങളിൽ തങ്ങളുടെ പിന്തുണ ഒതുക്കി. നിങ്ങളൊക്കെ എങ്ങനെ മഹാനടന്മാരായി? നിങ്ങൾ മഹാനടന്മാരായത് കേരളത്തിലെ ജനതയുടെ കയ്യടിയുടെ പിൻബലത്തിലാണ്. നിങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകളെ വെച്ച് പരസ്പരം കൂവിയും തളർത്തിയും പരസ്പരം പുകഴ്ത്തിയും നേടിയെടുക്കുന്ന മാർക്കറ്റല്ല നിങ്ങൾക്കുള്ളത്. നെഞ്ചിൽ കൈവച്ച് ഓരോ മലയാളിയും നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ സിംഹാസനങ്ങളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ സിംഹാസനങ്ങളിലും ദന്തഗോപുരങ്ങളിലും ഇരുന്നു കൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം കേരളത്തിലെ സ്ത്രീകളുടെ അന്തസ് എന്താണെന്ന്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി ഒരു വനിതാ കൂട്ടായ്മ ഇവിടെ പിറവിയെടുത്തത്. വുമൺ കളക്റ്റീവ് ഇൻ സിനിമ. അതുപോലെ തന്നെ സിനിമയിലെ സ്ത്രീവിരുദ്ധത സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മഞ്ജു വാര്യരെ പോലെയുള്ള മലയാളത്തിൻ്റെ പ്രിയ നടിമാർ റീമ കല്ലിങ്കലും അതുപോലെ തന്നെ രമ്യ നമ്പീശനും ഉൾപ്പെടെയുള്ള എല്ലാ വിധു വിൻസെൻ്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സംഘടിപ്പിച്ച ഗീതു മോഹൻദാസ് എന്ന പ്രഗത്ഭയായ സംവിധായക അടക്കം
സംഘടിപ്പിച്ച വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശം വളരെ വലുതാണ്. അത് കാലിക പ്രസക്തിയുള്ളതാണ്. അമ്മ യോഗത്തിന് മുൻപ് ആരോഗ്യകരമായ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വനിതാ കൂട്ടായ്മക്കാർക്ക് യോഗത്തിനിടെ തന്നെ ഹതാശരായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. എനിക്കൊന്ന് ഇതൊക്കെ ഡിസ്കസ് ചെയ്തത് ഈ മീറ്റിംഗിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം സംസാരിക്കാം. തീർച്ചയായിട്ടും ഫലപ്രദ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് വിഷയം ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ നടിയെ അവസാന പോർനിമിഷം വരെ സംരക്ഷിക്കുമെന്ന് WCC പ്രഖ്യാപിച്ചു. മീഡിയയിൽ പലതും പറയുന്നത്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ടെലിവിഷൻ ഇന്റർവ്യൂസിലാണെങ്കിലും അതായത് ഒരു രീതിയിലും ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് പലരും പ്രതികരിക്കുന്നത്. അത് പലരും പ്രഷറൈസ്ഡ് ആയിരിക്കാം, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കാം, എന്തുകൊണ്ട് തന്നെ ആവട്ടെ. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പ്രഷറിലാണെങ്കിലും ഞങ്ങളുടെ കൂട്ടുകാരിയേക്കാളും കൂടുതൽ പ്രഷറിൽ ഇപ്പോൾ ആരുമില്ല. അവരനുഭവിച്ചത്ര വേറെ ആരും അനുഭവിച്ചിട്ടില്ല. അവർ അനുഭവിക്കുന്ന ട്രോമയേക്കാൾ കൂടുതൽ ആരും അനുഭവിച്ചിട്ടില്ല. ആ മനുഷ്യത്വം എല്ലാവരും കാണിക്കണം. അത് ആരാണെങ്കിലും, ഇനി എന്ത് രീതിയിലുള്ള കമന്റ് ആണ് അവർ നടത്തിയിട്ടുള്ളതെങ്കിലും വുമൻ കമ്മീഷൻ അവർക്ക് അഗൻസ്റ്റ് ആയിട്ട് നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ പോർവീര്യം ചോർന്ന അനുനയ ഭാഷയിലാണ് WCCയുടെ പ്രസ്താവന പുറത്തു വന്നത്. കോടതിയിലുള്ള കേസായതിനാൽ വിശദമായ ചർച്ച ഒഴിവാക്കപ്പെട്ടതാകാം എന്ന സമവായ സ്വരമാണ് WCCയിൽ നിന്ന് ഉണ്ടായത്. സ്ത്രീവിരുദ്ധമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, ഇരയെ ഫേസ്ബുക്കിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും അപമാനിച്ച ശ്രീ ദിലീപ്, ശ്രീ അജു വർഗീസ്, ശ്രീ സലിം കുമാർ, അതുപോലെ തന്നെ നിർമ്മാതാവ് ശ്രീ സജി നന്ദ്യാട്ട്, ഇവർക്കെല്ലാം എതിരെ സുവോമോട്ടോ കേരള പോലീസ് കേസ് എടുക്കേണ്ടതാണ്. പോലീസ് കേസ് എടുക്കാത്ത സാഹചര്യത്തിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ പ്രവർത്തകർ സജി നന്ദ്യാട്ടിനെതിരായി മാത്രം പരാതി കൊടുത്തിരിക്കുന്നത് തികച്ചും പക്ഷപാതപരമാണ്. അതും അനീതിയാണ്. അത് വനിതാ കൂട്ടായ്മയുടെ കീഴടക്കൽ എന്നതിനേക്കാൾ ആണധികാര സംഘടനാ രൗദ്രതയുടെ വിജയമായിരുന്നു. ഒരിക്കലും പുരുഷന്മാരായിട്ടുള്ള സഹപ്രവർത്തകർ ഈ നടിക്ക് നീതി കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആക്രമിക്കപ്പെട്ട് വീണ്ടും ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം പുരുഷന്മാരുടെ വാക്കുകളിലൂടെ സംഭവിക്കുന്നു. സോഷ്യൽ മീഡിയ എന്നുള്ളത് 1000 സ്ഥലത്ത് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കുന്നത്ര ഫലപ്രദമായിട്ടാണ് ഈ നടിയും നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടണമെന്ന് സലിം കുമാർ പറയുന്നത്. അദ്ദേഹം പിന്നീട് മാപ്പ് അപേക്ഷിച്ചുവെങ്കിൽ പോലും അത് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. സിനിമ പോലെ മാഫിയ വാഴ്ച നടക്കുന്ന ഒരു തൊഴിലിടത്തിലെ സ്വാതന്ത്ര്യ കലാപങ്ങൾക്ക് അത്ര ഇടമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയോ ഒളിച്ചു വെക്കാനും എന്തൊക്കെയോ മറച്ചു പിടിക്കാനും ഇവർക്ക് താല്പര്യമുണ്ട് എന്ന് സാധാരണക്കാർക്ക് തോന്നാനിടയുള്ള ഒരു ആക്രോശം കൂടിയാണ് അവിടെ കേൾക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ഒരു നടി നഗരമധ്യത്തിൽ തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള ഏറ്റവും തിരക്കേറിയ റോഡിൽ ഏറ്റവും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നും അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകും എന്നുമൊക്കെ പറയാൻ ബാധ്യതപ്പെട്ട ആ സംഘടനയാണ് അതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ നേരെ വേട്ടപ്പട്ടികളെ പോലെ ചാടി വീണത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ ദുരൂഹമായ അലംഭാവങ്ങൾ വന്നു ചേർന്നു. ഫെബ്രുവരി 17 രാത്രി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് വാഹനത്തിനുള്ളിൽ വച്ച് യുവനടി ആക്രമിക്കപ്പെട്ടത്. PT തോമസ് MLA അന്ന് രാത്രി തന്നെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സമാനാനുഭവം നേരിട്ട മറ്റ് 2 നടിമാരുടേതുപോലെ ഇതും സ്വകാര്യ വ്യഥയായി അവസാനിച്ചേനെ. എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഒരു സംഭവത്തിൽ യാദൃച്ഛികമായി ഞാനവിടെ ചെന്നു. ഞാൻ എൻ്റേതായ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. PT തോമസ് ഫോൺ ചെയ്തു എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സംശയമുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ പോലീസുണ്ട്. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കാര്യം പെരുമാറിയിട്ടുള്ളൂ. DGPയെ അടക്കം അറിയിച്ചിട്ടും പ്രതി പൾസർ സുനി പോലീസിന്റെ വിരൽ തുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. കിംവദന്തികളെ തെളിവുകളായി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമാണ്. അത് ഒരു പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു മാധ്യമ സംസ്കാരത്തിനോ ചേരുന്ന ഒരു സംഗതിയല്ല. കിംവദന്തികളെ, ആരോപണങ്ങളെ തെളിവുകളായി പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ
തീർച്ചയായിട്ടും സംഘടനയ്ക്ക് സംഘടനയായിട്ടൊരു അഭിപ്രായവുമായി വരാൻ ഇന്ന് അതിനകത്ത് പ്രസക്തിയോ സ്പേസോ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരിക്കുന്നത്. പക്ഷേ ഇത് ദിലീപിനെതിരെ നടത്തുന്ന ഒരു മാധ്യമ വേട്ടയാടലായി മാത്രം ഞാനിത് കാണുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഒരു സവിശേഷ മനോഭാവമായി, മാധ്യമ മനോഭാവമായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കൂ. നാടൊട്ടുക്ക് വലവിരിച്ചിട്ടും പൾസർ സുനി അല്ലല്ലില്ലാതെ കോടതി മുറിയിൽ കീഴടങ്ങാനെത്തി. അന്ന് പോലീസ് കാണിച്ച അത്യുത്സാഹ പരാക്രമവും കേരളം മറന്നിട്ടില്ല. തന്നെ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെടാൻ ആർജവം കാണിച്ചത് മഞ്ജു വാര്യർ മാത്രമാണ്. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിതപിച്ചു. ഇല്ലാത്ത ഗൂഢാലോചനയുടെ പേരിൽ മാധ്യമങ്ങൾ ആരെയും വേട്ടയാടരുതെന്ന്. ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണ്, പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു നടനെ പറ്റി വന്നു, ആ നടന്റെ പിന്നാലെ പോലീസ് എത്തി, വീട്ടിൽ പോലീസ് എത്തി, ചോദ്യം ചെയ്തു. എല്ലാം നുണകളാണ്. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോടെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം അസ്തമിച്ചുവെന്ന് പ്രതിപക്ഷം രോഷം പൂണ്ടു. ഇവരെല്ലാം തന്നെ കലാകാരന്മാരും കലാകാരികളും അംഗങ്ങളായിട്ടുള്ള അമ്മ എന്ന് പറയുന്ന സംഘടന എടുത്ത നിലപാട് അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു. അവർ യോഗം ചേർന്നൊരു പ്രതിജ്ഞയൊക്കെ ചൊല്ലി എങ്കിൽ പോലും ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ദുര്യോഗത്തിനെതിരായി അതിശക്തമായി ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, തുടർന്നുള്ള അന്വേഷണം പൾസർ സുനിയിലേക്ക് മാത്രം അവസാനിപ്പിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഒരു നേരിയ പ്രതിഷേധം പോലും ഉയർത്തുവാൻ അവർക്കായില്ല. അതിൽ നിന്ന് തന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന വേട്ടക്കാരോടൊപ്പമാണ് എന്ന് പൊതുജനങ്ങൾ സംശയിക്കുവാനുള്ള സാഹചര്യമുണ്ടായി. കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും പൾസർ സുനി അടക്കം 8 പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഗൂണ്ടാ സംഘത്തിന്റെ ക്രിമിനൽ കൃത്യം മാത്രമായി ഇത് ന്യൂനീകരിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ മാധ്യമ വേട്ടയാടൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അടുത്ത കാലത്തായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പൊതുപ്രവണതയുടെ ഭാഗം കൂടിയായിട്ട് വേണം നമ്മളിതിനെ കാണാനായിട്ട്. അതായത് പോലീസിനപ്പുറം പോകുന്ന സൂപ്പർ പോലീസാവുന്നു മാധ്യമ പ്രവർത്തകർ. അതുപോലെ തന്നെ അവരുടെ വിചാരണ നടക്കുന്നു. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനിരുന്ന് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സർവീസിലുള്ളപ്പോൾ അദ്ദേഹം കേസ് നടത്തിയ രീതിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് അത്ഭുതപ്പെടാനേ വഴിയുള്ളൂ. എന്നാൽ ജയിലിൽ വെച്ച് പൾസർ സുനി സഹതടവുകാരൻ ജിൻസനോട് പലതും വെളിപ്പെടുത്തുകയും ജിൻസൺ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തതോടെ ഗൂഢാലോചനാവാദം വീണ്ടും ഉണർന്നു. ആലുവ കോടതിയിൽ വെച്ച് ജിൻസന്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിനിടെ ദിലീപിന് കൈമാറാനായി സുനി എഴുതിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന കത്ത് പുറത്തു വന്നതോടെ കേസിൽ നിർണായക വഴിത്തിരിവായി. നടി ആക്രമിക്കപ്പെടുമെന്ന് ദിലീപിന് മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്നാണ് സുനി പോലീസിന് നൽകിയ മൊഴിയും. ശ്രീ മോഹൻലാൽ അദ്ദേഹം ഈ സംഭവത്തിൽ ആ സഹോദരിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുജത്തിയുടെ പോലും പ്രായമില്ലാത്ത കൊച്ചുകുട്ടിയായ കലാകാരിക്ക് വേണ്ടി ഒരു വരി എഴുതുവാൻ അദ്ദേഹത്തിനായിട്ടില്ല. ആരെയെല്ലാം കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഫാദർ പോലെയുള്ള ഒരുപാട് സിനിമകളിലൂടെ പീഡിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അഭ്രപാളികളിൽ ശബ്ദമുയർത്തിയിട്ടുള്ള മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി നിശബ്ദതയുടെ പര്യായമായി അവിടെ ഇരിക്കുകയാണ് ഉണ്ടായത്. പണം ആവശ്യപ്പെട്ട് ദിലീപിന്റെ ആശ്രിതരെ സുനി ഫോൺ ചെയ്തതിന്റെ ശബ്ദരേഖ ഇതിനിടെ പുറത്തു വന്നു. സംസാരിക്കാൻ ഇത് കൂട്ടാക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ കൂട്ടാക്കാൻ ഞങ്ങൾക്ക് ഇതായിട്ട് എന്താ ബന്ധം? പിന്നെ ഞങ്ങളെ വിളിക്കുന്നില്ല, എന്നെ വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ വിളിക്കേണ്ടത് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിക്കുന്നവരൊക്കെ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ മാത്രം മതി. എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊരു ആവശ്യമില്ല. എന്നെ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളോട് എല്ലാവരും നിങ്ങൾ എവിടെ നിന്നായാലും എന്നെ വിളിക്കണ്ട. പറഞ്ഞേരൊന്നും ആരുടെ എന്ത് പറയാൻ, ആരടുത്തൊന്നും പറയണ്ട. നിങ്ങളുടെ ഇഷ്ടമുള്ള ഇതോടെ പറഞ്ഞു, ഞങ്ങളെ വിളിക്കേണ്ടെന്ന് പറഞ്ഞല്ല. ഇതോടെ ദിലീപിനെ കുറിച്ച് അന്വേഷിക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന സന്നിഗ്ധാവസ്ഥയിൽ പോലീസ് എത്തി. അങ്ങനെയാണ് ആലുവ പോലീസ് ക്ലബിൽ വെച്ച് 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. തുടർന്ന് സുനി എത്തിയെന്ന് പറയപ്പെടുന്ന കാവ്യ മാധവന്റെ കാക്കനാട്ടെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് എത്തി.
ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരതിയാണ് പോലീസ് പരിശോധന നടത്തിയത്. ദിലീപിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ വിദൂര ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. അപ്പോൾ ഒരു ഓൺഗോയിങ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനകത്ത് അഭിപ്രായം പറയുക എന്നുള്ളതല്ല ഒരു സിനിമാ സംഘടനയുടെ ജോലി. ആ അന്വേഷണം ദിശ മാറിപ്പോകുന്നു എന്ന് സംശയമുണ്ടാകുമ്പോഴോ ആ അന്വേഷണം വേണ്ടത്ര ഫലപ്രദമല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോഴോ ആണ് നമ്മൾ അഭിപ്രായം പറയേണ്ടത്. അന്വേഷണത്തിൽ എല്ലാവരും സന്തുഷ്ടരാണ്. പോലീസ് വളരെ ക്രിയാത്മകമായാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയാനുള്ള ഒരു സന്ദർഭമോ സ്പേസോ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അഭിപ്രായം പറയാതിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ആരെയെങ്കിലും കുറ്റാരോപിതനോ കുറ്റവിമുക്തനോ ആക്കാനുള്ള സുനിശ്ചിതത്വം കൈവന്നിട്ടില്ല. എന്നാൽ ഒരു കാര്യം സുവ്യക്തമാണ്: നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ വഴികൾ നേർദിശയിലായിരുന്നില്ല. അതുകൊണ്ടാണ് വിരമിച്ച മേധാവിക്കും ചുമതലയേറ്റ മേധാവിക്കും പോലീസ് സംഘത്തോട് സമാനമായ അതൃപ്തി തോന്നിയത്. ഈ അതൃപ്തിയാകണം ഇനി നേർവഴിക്കുള്ള ചൂണ്ടുപലക.